റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണം വീണ്ടും പുനരാരംഭിക്കുന്നു. ഒരു വർഷം മുമ്പ് നിർത്തിവെച്ച വിതരണമാണ് പുനരാരംഭിക്കുന്നത്. എല്ലാ കാർഡുകൾക്കും മണ്ണെണ്ണ ലഭിക്കും. മഞ്ഞ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും മറ്റുള്ളവയ്ക്ക് 6 ലിറ്റർ വീതവും ലഭിക്കും. ഈ മാസം മുതലാണ് വിതരണം പുനരാരംഭിക്കുക. കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്ന് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ ഈ മാസം മുതൽ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. കേന്ദ്രം അനുവദിച്ച 56.76 ലക്ഷം ലിറ്ററിൽ 50.88 ലക്ഷം ലിറ്ററാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത്. ബാക്കി ജൂണിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് നൽകും. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ള കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ വീതവുമാണ് ലഭിക്കുക. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണിത്. വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. മഞ്ഞ, നീല കാർഡ് ഉടമകൾക്ക് 1 വർഷമായും മറ്റു കാർഡ് ഉടമകൾക്ക് 2.5 വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ വിഹിതം ഏറ്റെടുക്കാതെ കേരളം പാഴാക്കുകയും ചെയ്തു. വൈദ്യുതീകരിക്കാത്ത വീടുകളെന്ന് രേഖപ്പെടുത്തിയ അനധികൃത റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സംസ്ഥാന റേഷനിംഗ് കൺട്രോളർ എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾക്ക് അനുവാദം നൽകുവാനും താലൂക്ക് അടിസ്ഥാനത്തിലുള്ള വിതരണത്തിന്റെ മേൽനോട്ടം വഹിക്കുവാനും DSOമാരെ ചുമതലപ്പെടുത്തി. 29-ന് മുമ്പ് മണ്ണെണ്ണ കമ്പനികളിൽ നിന്ന് മണ്ണെണ്ണ ഏറ്റെടുത്ത് 31-ന് മുമ്പ് കടകളിൽ എത്തിക്കാനാണ് നിർദ്ദേശം. വിഹിതം പാഴായാൽ അത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ വീഴ്ചയായി കണക്കാക്കും. അതേസമയം പൂട്ടിക്കിടക്കുന്ന മണ്ണെണ്ണ ഡിപ്പോകൾ തുറക്കാൻ മൊത്ത വ്യാപാരികൾക്ക് വിവിധ ലൈസൻസുകൾ പുതുക്കി നൽകേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.